Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. സോ എന്താണ് ഇവാലുവേഷൻ, ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇവാലുവേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ഇവാലുവേഷൻ? ഇവാലുവേഷൻ എന്നൊരു വേർഡ് നമുക്കറിയാം, മലയാളത്തിൽ അതിൻ്റെ മീനിങ് വരുന്നത് മൂല്യനിർണ്ണയം എന്നാണ് അല്ലേ. ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് ഇവാലുവേഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ടീച്ചേഴ്സിന് ഇവാലുവേഷൻ യൂസ്ഫുൾ ആവുന്നത്? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ലെവൽസ് ഓഫ് ടീച്ചിങ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചിങ്ങിൻ്റെ ലെവൽ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. സ്റ്റുഡൻസ് ഏത് ലെവലിലുള്ള സ്റ്റുഡൻസ് ആണെന്ന്, അതായത് കോഗ്നിറ്റീവ് ലെവലാണോ, അണ്ടർസ്റ്റാൻഡിങ് ലെവലാണോ, അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ലെവലാണോ എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ടീച്ചേഴ്സ് അതിനനുസരിച്ച് ടീച്ചിങ് ലെവൽ ചൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സ്റ്റുഡൻസിൻ്റെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? ടീച്ചേഴ്സിന് ഇവാലുവേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ലെവൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ ക്ലാസ്സിൽ എടുത്തു കഴിയുമ്പോൾ ടീച്ചേഴ്സ് എന്ത് നടത്താറുണ്ട്? ക്ലാസ് ടെസ്റ്റ് ഒക്കെ നടത്താറുണ്ട് അല്ലേ. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റുഡൻസിന് ആ ഒരു ചാപ്റ്റർ മനസ്സിലായോ, എത്രത്തോളം മനസ്സിലായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ടീച്ചേഴ്സിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് കണ്ടക്ട് ചെയ്യുന്നത്? ക്ലാസ് ടെസ്റ്റുകൾ, ആ ഒരു യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്, ഇവാലുവേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ നടത്തുന്നത് വഴി ടീച്ചേഴ്സിന് അവർ യൂസ് ചെയ്തിരിക്കുന്ന ടീച്ചിങ് മെത്തേഡ്സ് അതല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിരുന്നോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ടറി അല്ല എങ്കിൽ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിനനുസരിച്ച് ടീച്ചിങ് മെത്തേഡ്സിൽ ചേഞ്ച് വരുത്താനും ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ളത്, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാനൊക്കെ ടീച്ചേഴ്സിനെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ടീച്ചേഴ്സിനെ ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി സ്റ്റുഡൻസിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ സെറ്റോ നെറ്റോ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മോക്ക് ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ സ്കോർ കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടി പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒന്നും കൂടി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് കുറച്ചും കൂടി കൂടുതൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു ഗ്രോത്ത് ലെവൽ എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവാലുവേഷൻ നമ്മൾ സ്റ്റുഡൻസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവാലുവേഷൻ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് എ പീരിയോഡിക് എക്സസൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൗ മച്ച് എ ചൈൽഡ് ഹാസ് സക്സീഡഡ് ഇൻ ഹിസ് എയിംസ് ക്യാൻ ഓൺലി ബി ഡിറ്റർമിൻഡ് ത്രൂ ഇവാലുവേഷൻ. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് അൺസാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ടീച്ചിങ് മെത്തേഡ്സിലും എയ്ഡ്സിലെല്ലാം ചേഞ്ചസ് വരുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവാലുവേഷൻ ഓൾസോ സ്റ്റിമുലേറ്റ്സ് സ്റ്റുഡൻസ് ടു സ്റ്റഡി. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. അതുപോലെ ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഫോർ അസസിങ് ദി ഔട്ട്കംസ് ഓഫ് ടീച്ചിങ്. അതായത് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ വരുന്നുണ്ട്. അതിപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നുണ്ട്. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ടെക്നിക്സ് വരുന്നുണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് കേട്ടോ ഇവാലുവേഷൻ്റെ കാര്യത്തിൽ. ഇറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവാലുവേഷൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇവാലുവേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്, ഇവാലുവേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് കോംപ്രിഹെൻസീവ് ആണ്. അതെന്തുകൊണ്ടാണ് കോംപ്രിഹെൻസീവ് ആണെന്ന് പറയുന്നത്? ഇറ്റ് ഫോക്കസസ് ഓൺ എക്സാമിനിങ് ദി ഓൾ റൗണ്ട് പേഴ്സണാലിറ്റി ഓഫ് സ്റ്റുഡൻസ്. ഒരു സ്റ്റുഡൻസിൻ്റെ ഓൾ റൗണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ളത് ഇവാലുവേഷനിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഇവാലുവേറ്റ്സ് എ ഫുൾഫിൽമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സാധിച്ചോ എന്ന് ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി ഇവാലുവേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഇൻവോൾവ്സ് എ യൂസ് ഓഫ് ഡൈവേഴ്സ് പ്രൊസീജിയേഴ്സ്, ടെസ്റ്റ് ആൻഡ് ടെക്നിക്. ഇത് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ടെക്നിക്സും ടെസ്റ്റുകളും എല്ലാം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈങ് ദ പ്രോബ്ലംസ് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് സ്റ്റുഡൻറ്. നമ്മൾ പറഞ്ഞു സ്റ്റുഡൻസിന് സ്വയം അവരുടെ പ്രോബ്ലംസും വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് അവരെ എന്ത് ചെയ്യാൻ വേണ്ടി? ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ടു ഗ്രോ ആസ് ദേ ഗെറ്റ് ടു നോ അബൌട്ട് യുവർ വീക്ക്നെസ്. ഇറ്റ് ഈസ് ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇവാലുവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്ന് പറയുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ.
അപ്പോൾ ആ ഒരു ടേം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് പ്ലേസ്മെന്റ് സമയത്ത് യൂസ് ചെയ്യുന്ന ഇവാലുവേഷൻ മെത്തേഡാണ് അല്ലേ. അതായത് ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഡിഗ്രിക്കോ പി ജിക്കോ അതല്ലെങ്കിൽ PhD-ക്കോ ഒക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവരെന്ത് കണ്ടക്ട് ചെയ്യാറുണ്ട്? എൻട്രൻസ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെയാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. ഓക്കെ, അപ്പോൾ എന്താ പ്ലേസ്മെന്റ് ഇവാലുവേഷൻ? ഇത് പ്രീ ഇവാലുവേഷൻ എന്നും അതുപോലെ ഇനീഷ്യൽ ഇവാലുവേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. പ്ലേസ്മെന്റ് ഇവാലുവേഷൻ കേട്ടോ, അതിന്റെ വേറെ പേരാണ് പ്രീ ഇവാലുവേഷൻ or ഇനീഷ്യൽ ഇവാലുവേഷൻ. ആൻഡ് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കോഴ്സ് കേട്ടോ. നമ്മൾ പറഞ്ഞു അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു ടൈമിൽ അഡ്മിഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ നമ്മൾ എഴുതേണ്ടതായിട്ട് വരുന്നത് അല്ലേ. അത് എന്തിനാണ് ഈ എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? അതായത് ആ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രീ റിക്വസിറ്റ്സ് നോളജ് അത് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? ഈ പ്ലേസ്മെന്റ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, so its aim is checking the required entry level eligibility conditions. Okay, അപ്പോൾ നമ്മൾ ഒരു ഡിഗ്രി കോഴ്സിനോ അല്ലെങ്കിൽ PG കോഴ്സിനോ അല്ലെങ്കിൽ PhD-ക്കോ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എൻട്രൻസ് എക്സാമിനേഷൻസ് നമ്മൾ എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് അതിന് അപ്ലൈ ചെയ്യാൻ, അതിന് നമ്മൾ ജോയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രീ റിക്വസിറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക, അതിനാവശ്യമായിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേസ്മെന്റ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. It can be also conducted to check the aptitude and caliber of student. ഇത് സ്റ്റുഡൻസിന്റെ ആപ്റ്റിറ്റ്യൂഡും കാലിബറും ഇതെല്ലാം കോഴ്സിന്റെ ബിഗിനിങ്ങിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ടെക്നിക്സും. ഇത് രണ്ടും നമുക്ക് പ്ലേസ്മെന്റ് ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ എൻട്രൻസ് ടെസ്റ്റ്, ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ വരുന്നത്. ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻ, ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ടെക്നിക്കുകളും നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? പ്ലേസ്മെന്റ് ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. Such an evaluation intend to analyze the cognitive, affective and psychomotor domain. അതായത് ഇങ്ങനെ ഒരു പ്ലേസ്മെന്റ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത് വഴി നമ്മൾ സ്റ്റുഡൻസിന്റെ കൊഗ്നേറ്റീവ് ലെവലും എഫക്റ്റീവ് ലെവൽ ആൻഡ് സൈക്കോമോട്ടർ ലെവൽ ഈ 3 ലെവൽസും എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. ഇറ്റ് റിപ്പോർട്ട്സ് സെലക്ഷൻ ഓർ റിജക്ഷൻ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഐദർ നമ്മൾ അവരെ സെലക്ട് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കൈൻഡ് ഓഫ് ഇവാലുവേഷൻ പറയുമ്പോഴും അതിനൊരു എക്സാമ്പിൾ, അത് എന്താണെന്ന് അറിയുക, അതിന്റെ എക്സാമ്പിൾ നോക്കി വെക്കുക. പിന്നെ അതിന് നമ്മൾ ഏതൊക്കെ ടെക്നിക്സ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതാന്ന് നോക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ ലെവലാണ് സ്റ്റുഡൻസിന് ഏതൊക്കെ ലെവലാണ് ഈ ഒരു ഇവാലുവേഷനിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ആ കാര്യം കൂടി ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മൾ BCom-നാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ BCom-ൽ മാനേജ്മെന്റ് എന്നൊരു സബ്ജക്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഈ മാനേജ്മെന്റ് സബ്ജക്ട് നമ്മൾ +1 +2 ലെവലിലും മാനേജ്മെന്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്നതിന് മുന്നേ, ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ അറിവുണ്ട്, സ്റ്റുഡൻസിന് അറിവുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ചിലപ്പോൾ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നേക്കാൾ മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയോ അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു ടെസ്റ്റ് നടത്തുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇതിനെയാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റുഡൻസിന് എത്രത്തോളം ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി അറിവുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ബാക്കി നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ, അതിന് മുകളിലോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഇവാലുവേഷൻ മെത്തേഡ്സ് ആണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കോഴ്സ് ഓർ ടേം ടു നോ അബൌട്ട് ദ പ്രയർ നോളജ് ഓഫ് ദ ലേണേഴ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് റിമൂവ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. ഇറ്റ് ലുക്ക് ബാക്ക്വേർഡ് റാദർ ദാൻ ഫോർവേഡ്. നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്, എത്രത്തോളം അറിവുണ്ടെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഇറ്റ് ഐഡന്റിഫൈ സ്റ്റുഡൻറ് ഇൻട്രസ്റ്റ്. ദിസ് ഇസ് വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അതായത് ഇത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ കേട്ടോ. അപ്പോൾ അതിന് ഒരു സ്റ്റെപ്പ് ബാക്ക്വേർഡ്, മുന്നിലുള്ള ഒരു സ്റ്റെപ്പാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇതിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ടൈപ്പ് ഓഫ് ഇവാലുവേഷനിൽ നമ്മൾ ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്തതെന്ന് നോക്കണം. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷന് യൂസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. അതുപോലെ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ വഴി നമ്മൾ ചെക്ക് ചെയ്യുന്നത് സ്റ്റുഡൻസിന്റെ എഫക്റ്റീവ് ഡൊമൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. പോൾ ബ്ലാക്ക് ഈസ് കൺസിഡർ ആസ് എ പ്രൊപ്പോണന്റ് ഓഫ് ദിസ് കോൺസെപ്റ്റ്.
ഫോർമേറ്റീവ് വാലുവേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് ലേണിംഗ് പ്രോസസ്. അപ്പോൾ പോൾ ബ്ലാക്ക് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ പ്രപ്പോണന്റ്, ഫോർമേറ്റീവ് വാലുവേഷന്റെ പ്രപ്പോണന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഫോർമേറ്റീവ് വാലുവേഷൻ എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തു, ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ എന്ത് പറയാണ്, ആ ഒരു യൂണിറ്റ് നാളെ എക്സാം ഉണ്ടെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് എക്സാംസ് ഒക്കെ നടത്തില്ല. അതല്ലെങ്കിൽ നമുക്ക് ഇന്റേണൽ എക്സാംസ് നടത്താറുണ്ട് അല്ലേ, ഫസ്റ്റ് ഇന്റേണൽ സെക്കൻഡ് ഇന്റേണൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നടത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫോർമേറ്റീവ് വാലുവേഷന്റെ ഭാഗമാണ്. അപ്പോൾ ഇറ്റ് ഇസ് ക്യാരിഡ് ഔട്ട് ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് ലേണിംഗ് പ്രോസസ്, അപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്യൂറിംഗ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ദ ടീച്ചർ ക്യാൻ ഇവാലുവേറ്റ് ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സ്റ്റുഡൻസ്. ഇഫ് എനി പ്രോബ്ലംസ് ആർ ഫൗണ്ട് ദെൻ ദ ടീച്ചിങ് മെത്തേഡ്സ്, എയ്ഡ്സ് ഓർ അപ്രോച്ച് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അപ്പോൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, എക്സാം പറഞ്ഞു നെക്സ്റ്റ് ഡേ. ഓക്കെ, ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത് ടീച്ചേഴ്സിന് അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ മനസ്സിലായോ, ഇനി അതല്ല ഇവരുടെ ടീച്ചിങ് മെത്തേഡ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ, ടീച്ചിങ് എയ്ഡ്സിൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ, ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമേറ്റീവ് വാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. This evaluation can be in the form of class test, quiz, pre-board exams, chapter test, etc. ഈ രീതിയിലൊക്കെയാണ് എന്ത് കണ്ടക്ട് ചെയ്യാറുള്ളത്, ഫോർമേറ്റീവ് വാലുവേഷൻ കണ്ടക്ട് ചെയ്യാറുള്ളത്. These are not graded. It will provide feedback to the teacher regarding effectiveness of the teaching methods, aids and approach used. അതായത് നമുക്കറിയാം ഇത് ഇന്റേണൽസ് ആണ് അല്ലേ, നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ വരുന്ന മാർക്ക് ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല. ഇത് ടീച്ചേഴ്സ് മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ ടീച്ചിങ് മെത്തേഡ്സ് ഓർ എയ്ഡ്സിന്റെ ഇഫക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. There is no risk of loss of marks in formative evaluation, so students will be interested in experimenting with ideas. It reinforces learning among students. Okay, അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സീരിയസ് ആയിട്ട് ചിലപ്പോൾ ഇന്റേണൽസ് എടുത്തൊന്നും വരില്ല, നമ്മുടെ എക്സ്റ്റേണലിന് എടുത്ത് അത്രയ്ക്ക് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ഈ ഇന്റേണൽസ് എല്ലാം ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇന്റേണൽ ഇവാലുവേഷൻ. ഫോർമേറ്റീവ് അസസ്മെന്റ് അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ തന്നെയാണ് ഇന്റേണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ സ്റ്റുഡൻസിന്റെ കൊഗ്നേറ്റീവ് ഒരു സൈക്കോമോട്ടോർ ഡൊമൈൻ ആണ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. ഓക്കെ, ഇവാലുവേഷന് വേണ്ടി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് ഫോർമേറ്റീവ് അസസ്മെന്റ്, അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് ഇന്റേണൽ ഇവാലുവേഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ്. നെക്സ്റ്റ് വൺ ഈസ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഇതും പോൾ ബ്ലാക്ക് തന്നെയാണ് പ്രപ്പോണ്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ ഫോർമേറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനും രണ്ടും പോൾ ബ്ലാക്ക് തന്നെയാണ് പ്രപ്പോണ്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഇന്റേണൽ ഇവാലുവേഷൻ എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെമസ്റ്റർ എക്സാം ഒക്കെ ഇല്ലേ ലാസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ ഇപ്പോൾ +1 +2 ഒക്കെ ആണെങ്കിൽ ഫൈനൽ എക്സാം, അതുപോലെ അതിനെയാണ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് എൻഡ് ഓഫ് ദ ടേം കോഴ്സ് ഒരു യൂണിറ്റ്, ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിലാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യാറുള്ളത്. There will be final assessment of students learning. It can be in the form of term and exams, final exam, board exam, projects to be submitted at the end of the term, etc. Final exams ഉം board exams ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ സെമസ്റ്റർ എക്സാംസ് ഒക്കെ, അതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോൾ ബ്ലാക്ക് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം ഇതിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഫോർമേറ്റീവ് ഇവാലുവേഷന് അദ്ദേഹം നമ്മളിപ്പോൾ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യില്ലേ, ഇപ്പോൾ ഒരു കറിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ ഇടയിൽ ഉപ്പുണ്ടോ അല്ലെങ്കിൽ എരിവുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യില്ലേ, അതിനോടാണ് അദ്ദേഹം ഫോർമേറ്റീവ് ഇവാലുവേഷനെ കമ്പയർ ചെയ്തത്. കാരണം അത് ഓൺ ദ പ്രോസസ്സിന്റെ ഇടയിലാണ് ആ ഒരു കാര്യം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷന് നമ്മൾ അങ്ങനെ ഇടയിൽ ചെക്ക് ചെയ്യുന്നതായിട്ടാണ് കമ്പയർ ചെയ്തത്. എന്നാൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ അദ്ദേഹം നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനൊക്കെ വിചാരിക്കാം, അപ്പോൾ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞു, ആ ഒരു ഡിഷ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുടെ മുന്നിൽ എന്ത് ചെയ്തു, ആൾക്ക് കൊടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിനെയാണ് സമ്മേറ്റീവ് ഇവാലുവേഷനായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. These are graded and certificates and degrees are awarded depending on the performance. നമുക്കറിയാം സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡിൽ നടത്തുന്ന എക്സാം ആണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്ക് ലിസ്റ്റ്, നമ്മുടെ മാർക്ക് വരുന്നതും നമുക്ക് ഡിഗ്രി അവാർഡ് ചെയ്യുന്നതും എല്ലാം ഈ ഒരു ഇവാലുവേഷനെ ബേസ് ചെയ്തിട്ടാണ്, സമ്മേറ്റീവ് ഇവാലുവേഷനെ. There is a risk of loss of marks in summative evaluation, so students will have lesser interest in experimenting with ideas. നമുക്കറിയാം ഫോർമേറ്റീവ് ഇന്റേണൽസ് പോലെ അത്ര നമ്മൾ ഉഴപ്പാൻ പറ്റില്ല അല്ലേ എക്സ്റ്റേണൽസിൽ, കാരണം എക്സ്റ്റേണൽസിന്റെ മാർക്ക് നമുക്ക് മാർക്ക് ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് അത് സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ ഓർ എഫക്റ്റീവ് ഡൊമൈൻ, 3 ഡൊമൈൻസും ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, അത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, 2 ടെക്നിക്സും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് നോം റെഫറൻസ് ഇവാലുവേഷൻ. ഇത് നോം റെഫറൻസ് ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്, അതാണ് NRT എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ ഇൻ നോം റെഫറൻസ് ഇവാലുവേഷൻ ദ പെർഫോമൻസ് ഓഫ് വൺ സ്റ്റുഡൻറ് ഈസ് കമ്പയർഡ് വിത്ത് അതേഴ്സ്. അപ്പോൾ NRTയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ മറ്റൊരു സ്റ്റുഡൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസിനെ മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും നെറ്റ് എക്സാം അല്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നെറ്റിൻ്റെ എക്സാം എന്ന് പറയുന്നത് ടോട്ടൽ എഴുതിയ ആളുകളിൽ മാർക്ക് ഒരു ഡിസെൻഡിങ് വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ടോപ്പിൽ 1% വരുന്ന സ്റ്റുഡൻസിന് JRF കൊടുക്കും, 6%-നുള്ളിൽ വരുന്ന ആളുകൾക്കാണ് നെറ്റ് കൊടുക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു സ്റ്റുഡന്റിന്റെ മാർക്കിനെ മറ്റൊരു സ്റ്റുഡന്റിന്റെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഇതിനെയാണ് നോം റെഫറൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ഓൺ എ വാസ്റ്റ് പോപ്പുലേഷൻ, used at the end of the term, used both objective and essay type of item. ഇതിൽ വേണ്ടി ഒബ്ജക്റ്റീവ് ടൈപ്പും അതുപോലെ essay ടൈപ്പും. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുക വെച്ചാൽ ബാങ്ക് എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ബാങ്ക് എക്സാമിന്റെ പ്രിലിംസ് ഒക്കെ സമയത്ത് ഒബ്ജക്റ്റീവ് വൈസ് എക്സാംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ മെയിൻസ് ഒക്കെ സമയത്ത് ചില എക്സാംസിന് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, essay ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇപ്പോൾ എന്താ പറയുക, പെർസെൻറ്റേജ് നമ്മൾ പറയില്ലേ, പെർസെൻറ്റേജ് അല്ല, പേഴ്സൻറ്റൈൽ നമ്മൾ പറയുന്നത് NRTയുടെ കേസിലാണ്, നോം റെഫറൻസിലാണ്. നമുക്കറിയാം ഇപ്പോൾ നെറ്റ് എക്സാംസിനെല്ലാം നമ്മൾ മാർക്ക് പേഴ്സൻറ്റൈലിലാണ് വരിക. അതായത് ഒരു സ്റ്റുഡൻറ്റിന്റെ മാർക്കിനെ മറ്റൊരു സ്റ്റുഡൻറ്റിന്റെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അല്ലെ, അങ്ങനെയാണ് വരിക. അപ്പോൾ പേഴ്സൻറ്റൈൽ യൂസ് ചെയ്യുന്നത് നോം റെഫറൻസിൽ ഇവാലുവേഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നോം റെഫറൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷൻ. ഈ ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷൻ CRT എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ദർ ആർ നോ കമ്പാരിസൺ. ഇവിടെ എന്തുണ്ടാവുന്നില്ല, കമ്പാരിസൺ ഉണ്ടാവുന്നില്ല. ആൻഡ് ദ റിസൾട്ട്സ് ആർ സ്റ്റേറ്റഡ് ഓൺ ദി ബേസ് ഓഫ് സർട്ടൻ ക്രൈറ്റീരിയ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ PGക്ക് ആണെങ്കിൽ 50% എബവ് മാർക്ക് വാങ്ങിക്കുന്ന എല്ലാവരും പാസ്സാവും. 50% ബിലോ ആണ് മാർക്കെങ്കിൽ ഫെയിൽ ആവും അല്ലെ. അങ്ങനെയാണ് ഒരു കണ്ടീഷൻ ഉള്ളത്, ആ ഒരു ക്രൈറ്റീരിയ ഉള്ളത്. അപ്പോൾ അത് 50% എബവ് എത്ര മാർക്ക് കിട്ടിയാലും അവരെല്ലാവരും പാസ്സായവരാണ്, താഴെ കിട്ടുന്നവരെല്ലാവരും ഫെയിൽ ആയവരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ടാവുന്നില്ല, ഒരു കമ്പാരിസൺ ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. Standard of student can be defined in relating to learning tasks carried out within limited area. It supports formative and diagnostic evaluation. Okay, അപ്പോൾ ഇതാണ് ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള പോയിന്റ്, there is no comparison of marks between students. Okay, അപ്പോൾ ഇതാണ് ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷൻ. നെക്സ്റ്റ് ഈസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇവാലുവേഷൻ. കമ്പ്യൂട്ടർ ബേസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് എക്സാമ്പിൾ പറയാൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബാങ്ക് എക്സാംസ്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നെറ്റും സെറ്റ് എക്സാംസ് ഒക്കെ നമ്മൾ എഴുതുമ്പോൾ അതിന്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കും ഇല്ലേ, ഓൺലൈനായിട്ടെല്ലാം ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നു, സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉടനടി നമുക്ക് നമ്മുടെ മാർക്ക് വരും ഇല്ലേ. അപ്പോൾ ഇതിനെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ദ ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ഓൺ കമ്പ്യൂട്ടർ ആൻഡ് ദ ടെസ്റ്റ് ക്യാൻ ബി പ്രോഗ്രാംഡ് ഇൻ സച്ച് എ വേ ദാറ്റ് each student will either get a question paper with different questions or with questions in a different order. നമുക്കറിയാം, നമ്മളിപ്പോൾ നെറ്റ് ഒരു ഫേസിൽ ഒരു ഷിഫ്റ്റിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരു സബ്ജക്ട് മാനേജ്മെന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരുടെയും പേപ്പർ സെയിം തന്നെയായിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഷഫിൾ ചെയ്തിട്ടായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക അല്ലെ. അപ്പോൾ എന്നിട്ട് എന്താണ്, നമ്മൾ റിസൾട്ട് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പക്ഷെ നമ്മളത് ഓൺലൈനൊക്കെ ചെയ്ത് മോക്കൊക്കെ ചെയ്ത് നോക്കുന്ന ടൈമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നമുക്ക് എന്ത് വരും, റിസൾട്ട് കിട്ടും അല്ലെ. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബാങ്ക് ടെസ്റ്റ് ഇതെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ഇവാലുവേഷൻ എക്സാമ്പിൾ ആണ്. Since the test is conducted online, the recorded responses will also be saved in the computer. ഇതൊരു പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു മോഡാണ് അല്ലെ. അപ്പോൾ നമ്മൾ സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉടനടി നമ്മുടെ ആൻസേഴ്സ് കമ്പ്യൂട്ടറിൽ സേവ് ആയിരിക്കും. ദീസ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ഇൻ മച്ച് ലെസർ ടൈം ദാൻ മാനുവൽ ചെക്കിംഗ്. വളരെ ചെറിയ ടൈമിനുള്ളിൽ തന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിലെല്ലാം ഇരുന്ന് മോക്ക് ചെയ്യുന്നതാണെങ്കിൽ ഉടനടി നമുക്ക് റിസൾട്ട് കിട്ടും അല്ലെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിന്റെ റിസൾട്ടും ഇവാലുവേഷനും പെട്ടെന്ന് തന്നെ നടത്താൻ സാധിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിൽ. ഇതിന് എക്സാമ്പിൾ നമുക്ക് പറയാൻ സാധിക്കുക ഓൺലൈൻ ക്യൂസസ് ആൻഡ് ടെസ്റ്റ്, കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇവാലുവേഷന് എക്സാമ്പിൾസ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇവാലുവേഷൻ. കമ്പ്യൂട്ടർ അസിസ്റ്റഡിന് നമുക്ക് എക്സാമ്പിൾ പറയാൻ സാധിക്കുക PSC എക്സാംസ്. PSCക്ക് നമ്മൾ OMR ആണ് യൂസ് ചെയ്യുക അല്ലെ. അപ്പോൾ OMR എങ്ങനെയാ വെച്ചാൽ അതിൽ നമ്മൾ OMR ഷീറ്റിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ എന്താ ചെയ്യുക, കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഇവാലുവേഷൻ നടക്കുന്നത്. സോ ഈ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇവാലുവേഷനിൽ കമ്പ്യൂട്ടേഴ്സ് ഇവാലുവേറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ. ടെക്നിക്സ് ഓഫ് ഇവാലുവേഷന്
പറയുമ്പോൾ നമ്മൾ ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്നാണ്. നമുക്കറിയാം പണ്ട് ട്രഡീഷണൽ എക്സാമിനേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക കൂടുതലായിട്ടും എക്സാംസ് ആണ് യൂസ് ചെയ്തിരുന്നത് അല്ലേ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ടെക്നിക്കുകൾ ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ എക്സാംസ് ഒക്കെ എന്ന് പറയുന്ന സമയത്ത് അത് കോഗ്നേറ്റീവ് ഒബ്ജക്റ്റീവ്സ് മാത്രമേ എന്ത് ചെയ്തിരുന്നുള്ളൂ, ട്രഡീഷണൽ എക്സാമിനേഷൻ സിസ്റ്റം അസസ് ചെയ്തിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അതിൽ നിന്ന് മാറിയിരിക്കുന്നു. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കൊഗ്നേറ്റീവ് മാത്രമല്ല, കൊഗ്നേറ്റീവും എഫക്റ്റീവും സൈക്കോമോട്ടർ ഡൊമൈനും എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇവാലുവേഷൻ ടെക്നിക്സ് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് ടെക്നിക്സിൽ ഫസ്റ്റ് വൺ ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 2 കൈൻഡ് ഉണ്ട്. ഓറൽ ഉണ്ട്, റിട്ടൺ ടെസ്റ്റും ഉണ്ട്. ഓറൽ എന്ന് പറയുമ്പോൾ വൈവ ഇന്റർവ്യൂ അതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ടുള്ളത്. റിട്ടൺ എന്ന് പറയുന്ന സമയത്ത് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ക്വസ്റ്റ്യൻ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനെയെല്ലാം അതൊക്കെയാണ് റിട്ടൺ എക്സാമിനേഷൻ എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അത് സ്റ്റുഡൻസിന്റെ പ്രാക്ടിക്കൽ നോളജ് ആണ്. പ്രാക്ടിക്കൽ നോളജും അതുപോലെ അവരുടെ സ്കിൽസും ആണ് ഇതിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് സൈക്കോമോട്ടർ ഡൊമൈൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് കൂടുതലായിട്ട് നടത്തുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. നെക്സ്റ്റ് ഈസ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലായിട്ടും സ്റ്റുഡൻസിന്റെ കോൺഫിഡൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ജെസ്റ്റേഴ്സ് ഓർ ബിഹേവിയർ ഇതെല്ലാമാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂടുതലായിട്ടും എഫക്റ്റീവ് ഡൊമൈൻ ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്, ഒബ്സർവേഷൻ വഴി ചെക്ക് ചെയ്യുന്നത്. ഇതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന കുറച്ച് ടെക്നിക്കുകളാണ് ഇന്റർവ്യൂ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ആറ്റിറ്റ്യൂഡിനൽ സ്കെയിൽ, ആൻസിഡോട്ടൽ റെക്കോർഡ്സ്, ഡയറീസ് ഓഫ് ജേർണൽസ് ഓഫ് സ്റ്റുഡൻസ് എക്സെട്ര. ഇതെല്ലാം ക്വാളിറ്റേറ്റീവ് ടെക്നിക്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഡിഫറെൻറ്റ് ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നിക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇവാലുവേഷന് വേണ്ടിയിട്ട്. ഓരോ ഇവാലുവേഷൻ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഓരോ ടെക്നിക്കിൻ്റെയും ഇഫക്റ്റീവ്നെസ്സും സിംപ്ലിസിറ്റി, യൂസ്ഫുൾനെസ്, അപ്രോപ്രിയേറ്റ്നെസ്, പ്രാക്ടിക്കബിലിറ്റി, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ ടെക്നിക്കും ഇവാലുവേഷനായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇവാലുവേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷനെ പറ്റി പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ടെക്നിക്സ് അവൈലബിൾ ഫോർ ഇവാലുവേഷൻ പറഞ്ഞു. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.